അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് സംസാര വിഷയമായ ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയിട്ടുള്ള പട്ടായ ഗേൾസ് അവരിപ്പോൾ വെറും ഒരു പേട്ട ഗേൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു കൂട്ടം ഇപ്പം അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊമോ വീഡിയോ ഓൾറെഡി ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിലും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രൊമോ വീഡിയോ കുറച്ച് മുമ്പ് ഇപ്പോൾ ഏഷ്യാനെറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇവർ 3 പേരും തമ്മിൽ നല്ല രീതിയിൽ വൃത്തിക്ക് അടിച്ച് പിരിയുന്ന ഒരു പ്രൊമോ വീഡിയോ ആണ്. 3 പേരും കരച്ചിലും പിഴിച്ചിലൊക്കെയാണ്. കണ്ണീന്ന് വെള്ളം വന്നുകൊണ്ട് മൂന്ന് സ്ഥലത്തിരുന്നുകൊണ്ട് കരയുന്നുണ്ട്. ഇത് കിച്ചൺ ടീമിനെ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു വഴക്ക് തന്നെയാണ്. ഇത് രാവിലെ തൊട്ട് നമ്മൾ കണ്ടതാണ്. കിച്ചൺ ടീം ബന്ധപ്പെട്ടുകൊണ്ട് അനുമോളും ആദിലയും നൂറയൊക്കെ ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അനുമോള് കിച്ചൺ ടീമിൽ വരുമ്പോൾ അവിടെ ഫൈറ്റ് ഉണ്ടാവുന്നത് ഒരു സർവ്വസാധാരണമാണ്. അനുമോളെ കിച്ചൺ ടീമിൽ എടുത്തിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു വീക്കിലൊരു കോണ്ടന്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഈ ഒരു ഇത്രയും ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന പട്ടായ ഗേൾസ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇനി ആ ഒരു മത്സരം, ആ ഒരു സീസൺ തീരാനായിട്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇങ്ങനെ അടിച്ചു പിരിയുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അനുമോളോട് അനുമോള് നമ്മുടെ നൂറയോട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ടോപ്പ് 5ലേക്ക് ഫൈനൽ 5ലേക്ക് സെലക്ഷൻ കിട്ടിയതിൻ്റെ ഹുങ്കായിരിക്കും ഈ കാണിക്കുന്നതെന്ന്. അപ്പം നൂറ വന്ന് പറയുന്നുണ്ട്, മനുഷ്യരെ മനസ്സിലാക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ എത്തുന്ന സമയത്താണ്. ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ളു ശുദ്ധമായിരിക്കണമെന്ന് ആദില പറയുന്നുണ്ട്. പിന്നെ 3 പേരും 3 സ്ഥലത്തിരുന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് സംഭവ ബഹുലമായിട്ടുള്ള ഈ ഒരു സീസൺ അവസാനിക്കുന്ന സമയത്ത് അതിലും ആ ഒരു സീസൺ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള പട്ടായ ഗേൾസ് അനുമോളും ആദിലയും നൂറയും അവരിപ്പോൾ അടിച്ചു വിരിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം അവർ ഒത്തുപോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ പലപ്പോഴും ഈ ഒരു ബന്ധത്തിൻ്റെ ജെനുവിനിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഇവർക്കെതിരെ ഗെയിം കളിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഓപ്പോസ് ചെയ്യാനായിട്ട് 3 പേരും ഒന്നിച്ച് നിൽക്കുന്നു. പിന്നെ പട്ടായയിലൊക്കെ പോകാനായിട്ട് പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇനി എന്തായാലും ചീറ്റിപ്പോയി. ഇനിയിപ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് പോകണോ വേണ്ടെന്നൊക്കെ അവർ ആലോചിക്കട്ടെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും പലപ്പോഴും നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് ആദില, നൂറ, അനുമോൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൻ്റെ ജെനുവിനിറ്റി. അത് പലപ്പോഴും ഒരുപാട് റിവ്യൂവേഴ്സ് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്. ഇവർ ഓപ്പോസ് ചെയ്യുന്ന കോമൺ ആയിട്ടൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്. ആ കണ്ടസ്റ്റൻറ്റിനെതിരെ ഗെയിം കളിക്കാനായിട്ട് ഇവർ 3 പേരും ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ ഫീൽ ചെയ്തത്. അല്ലാതെ ഇവർക്കിടയിൽ ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടൊരു കണക്ഷൻ, ഭയങ്കരമായിട്ട് ഇവർക്കിടയിൽ ഒരു സഹോദരി ബന്ധമൊക്കെ ഉണ്ടെന്ന് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പലപ്പോഴും നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഒരുപാട് ജനശ്രദ്ധ നേടിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതിനൊപ്പം ഒരുപാട് ജനശ്രദ്ധ നേടിയ 2 കണ്ടസ്റ്റൻസ് ആണ് ഈ പറയുന്ന ആദിലയും നൂറയും. ഈ പറയുന്ന ജനങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് ഇത്രയും നാൾ ഒരു ബിഗ് ബോസ് ഹൗസിൽ സർവൈവ് ചെയ്യില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. ഈ ഒരു വഴക്കിലേക്ക്, ഇത്രയും വലിയൊരു അടിയിലേക്ക് പോയിട്ട് ഇവർ ഇത്രയേറെ സങ്കടപ്പെട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഇതുവരെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. കിച്ചൺ ടീം ബന്ധപ്പെട്ട ഒരു ഫൈറ്റാണ് അവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ പറയുന്ന അനുമോളെ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റിയിട്ട് എന്തോ ഫ്ലോർ ടീമിലേക്ക് വിടുന്നത് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫൈറ്റാണ് അവിടെ ഉണ്ടായത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ഫൈറ്റിനോടനുബന്ധിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കരമായിട്ടൊരു കോണ്ടന്റ് ഉണ്ടായിട്ടുണ്ട്. 3 പട്ടായ ഗേൾസും അടിച്ചു പിരിഞ്ഞതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്